നമ്മുടെ വാട്സപ്പ് കോൺടാക്റ്റിൽ ഇപ്പൊ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിന് ഈ ഡൗട്ട് തീരെ ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ടാണ് രണ്ടാമത് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ കോൺടാക്ട്സിൽ ഒന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്തു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വാട്സപ്പിൽ നമ്മൾ കോൺടാക്റ്റുകൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ സേവ് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ അത് കോൺടാക്ട്സിൽ നമ്മൾ അവരെ നേരിട്ട് വിളിക്കാൻ നോക്കുന്ന സമയത്ത് നമ്മളെ കോൺടാക്ട്സിൽ ആ പേര് കാണില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ള ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എല്ലാവരും ഫോണിലും ഇത് കാണുന്നുണ്ട്. അപ്പൊ ഞാനൊരു ഉദാഹരണമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു കോൺടാക്ട് ഞാൻ ഇവിടെ സേവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ താഴെയുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ഐക്കൺ കാണുന്നില്ല, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് കോൺടാക്ട്സ് പറയുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഇവിടെ നമുക്ക് ന്യൂ കോൺടാക്ട് കാണുന്നില്ല. ന്യൂ കോൺടാക്റ്റിൽ ഞാനൊരു നമ്പർ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ നമ്മൾ ഒരു ഫ്രണ്ടിന്റെ പേര് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞാനത് സേവ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഞാനൊരു ഫ്രണ്ടിന്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്യാൻ, അവന്റെ പേര് നമുക്ക് ടി നമ്മൾ ഒരു പേര് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ടി അമർ എന്നാണ് ഞാൻ പേര് കൊടുക്കുന്നത്. താഴെ നമുക്ക് ലാസ്റ്റ് നെയിമിൽ അവന്റെ ഇനീഷ്യൽ എം എന്നാണ് നമ്മൾ കൊടുത്തു. അതിനുശേഷം ഇവിടെ ഫോൺ കോൺടാക്ട്സ് നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ വാട്സപ്പിലാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ കോൺടാക്ട്സ് 999 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ട് അതിനുശേഷം ഇവിടെ താഴെ സേവ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി നമുക്ക് നേരെ ഫോണിന്റെ കോൺടാക്ട്സിലേക്ക് പോവാണ്. ഫോണിന്റെ കോൺടാക്ട്സിൽ അവന്റെ പേര് ടി അമർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു കാര്യമേ അവിടെ കാണുന്നില്ല. അപ്പൊ നമ്മൾ അഗെയിൻ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണത് രണ്ട് കോൺടാക്ട്സിലും വരുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിന്റെ കോൺടാക്ട് തന്നെ എടുത്തതിന് ശേഷം ഞാനിവിടെ മറ്റൊരു പേര് ഖാദർ എന്നുള്ളൊരു പേര് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ആ ഖാദർ എന്നുള്ള പേര് ഞാൻ ഇവിടെ കൊടുത്തു. ഞാനിവിടെ ഫോൺ നമ്പർ ആഡ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ സിങ്ക് കോൺടാക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ അങ്ങനെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണിക്കുന്നുണ്ട് ഏത് ഇമെയിൽ ഐ ഡിയിലേക്കാണ് ഇത് സേവ് ആവുക എന്നുള്ളത്. നിങ്ങൾ കുറെ ഇമെയിൽ ഐ ഡി ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതാണോ ഇമെയിൽ ഐ ഡി വേണ്ടത് ആ ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്തതിനു ശേഷം താഴെ സേവ് കൊടുക്കുക. അതിനുശേഷം നമ്മളൊന്ന് ഫോൺ കോൺടാക്ട്സ് ഒന്ന് എടുത്ത് നോക്കൂ. ഫോൺ കോൺടാക്ട്സിൽ നമുക്ക് ഈ ഖാദർ എന്നുള്ള പേര് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഞാൻ ഇവിടെ ഫോൺ കോൺടാക്ട്സ് എടുത്തു. ഞാൻ ഖാദർ എന്ന് കൊടുക്കുന്ന സമയത്ത് കൃത്യമായി എന്ത് വരുന്നുണ്ട്, ഖാദറിന്റെ പേര് അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് വാട്സപ്പിൽ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ സിങ്ക് കോൺടാക്ട്സ് എന്നുള്ളത് ഓൺ ചെയ്ത് വെക്കാൻ ഒരിക്കലും മറന്നു പോകരുത്.